ആഗോള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച് യുഎസും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയുമായി പുതിയ ചർച്ചകൾക്ക് താൽപര്യമില്ലെന്ന് ഇറാൻ വ്യക്തമായി പ്രഖ്യാപിച്ചതോടെ മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ഗുരുതരമാകുന്നു. ഇതിനൊപ്പം സൈനിക നീക്കങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ചേർന്നപ്പോൾ ലോകം മുഴുവൻ ആശങ്കയോടെ ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. അമേരിക്കയുടെ തുടർച്ചയായ സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദ നയങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അമേരിക്ക മുൻകൂട്ടി ഉപരോധങ്ങൾ പിൻവലിക്കുകയും വിശ്വാസയോഗ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യാതെ യാതൊരു തരത്തിലുള്ള സംഭാഷണത്തിനും ഇറാൻ തയ്യാറല്ലെന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇത് മുൻപ് നടന്ന ആണവ കരാറുകൾക്കും ചർച്ചകൾക്കും ശേഷമുള്ള വിശ്വാസഭംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരുന്നത്. ഇതിനിടെ ഇറാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. മിസൈൽ പരീക്ഷണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനവും അമേരിക്കയ്ക്കും അതിന്റെ സഖ്യരാജ്യങ്ങൾക്കും വലിയ ആശങ്കയാകുകയാണ്. മിസൈൽ വിക്ഷേപണത്തിന്റെ ചിത്രം തന്നെ ഈ സൈനിക മുന്നൊരുക്കത്തിന്റെ പ്രതീകമായി കാണപ്പെടുന്നു. ഇതൊരു പ്രതിരോധ നടപടി മാത്രമല്ല, മറിച്ച് ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശവുമാണ്. സമ്മർദ്ദമുണ്ടെങ്കിൽ മറുപടിയും ഉണ്ടാകും എന്ന രീതിയിൽ. ഇതോടൊപ്പം ഇറാനിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. വിവിധ പ്രദേശങ്ങളിലുണ്ടായ ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 25 പേർ മരിക്കുകയും 100 കണക്കിന് പേർ പരിക്കേൽക്കപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ രാജ്യത്തിനകത്തും സുരക്ഷാ ആശങ്കകൾ ഉയരുകയാണ്. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും വിദേശ ഇടപെടലുകളുടെ സാധ്യതയെ ഇറാൻ നിഷേധിച്ചിട്ടില്ല. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. പ്രദേശത്തെ അസ്ഥിരതയ്ക്ക് പ്രധാന കാരണം ഇസ്രയേലിന്റെ നടപടികളാണെന്നും ഇതിന് ശക്തമായ മറുപടി നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ഇറാൻ ഇസ്രയേൽ സംഘർഷവും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത ഉയരുകയാണ്. അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രയേൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. മറ്റൊരു വശത്ത് അമേരിക്ക ഇറാനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഗൾഫ് മേഖലയിലെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതും കടൽപാതകളിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. ഇറാന്റെ ആണവ പരിപാടിയും സൈനിക വികസനവും നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഈ സംഘർഷാവസ്ഥ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക മേഖലയെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയും ഉയരുകയാണ്. ലോകത്തിന്റെ പ്രധാന എണ്ണ വിതരണ കേന്ദ്രങ്ങളിലൊന്നായ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് അസ്ഥിരതയും ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. എണ്ണവില ഉയരാനും വ്യാപാര ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ശക്തികളും പ്രശ്ന പരിഹാരത്തിന് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാത്തത് വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. സമാധാനപരമായ സംഭാഷണത്തിന് സാധ്യതകൾ കുറയുന്നതോടെ യുദ്ധഭീഷണി വീണ്ടും ശക്തമാകുന്നു. മൊത്തത്തിൽ US-ഇറാൻ ബന്ധം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലാണ്. ചർച്ചകളില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥ എവിടെ എത്തുമെന്നത് വ്യക്തമല്ല. എന്നാൽ ഒരു തരത്തിലുള്ള തെറ്റായ നീക്കമോ അപ്രതീക്ഷിത സംഭവമോ വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നത് തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ലോകം ഉറ്റുനോക്കുന്നത് ഒരേയൊരു ചോദ്യമാണ്: ഈ സംഘർഷം സമാധാനത്തിലേക്ക് വഴിമാറുമോ അതോ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ?